ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമുകൾ നമ്മൾ ചെറുതായിട്ട് ലീക്ക് കാര്യങ്ങളൊക്കെ കാണിക്കാറുണ്ട്. അതെന്താണ് അതിൻ്റെ മെയിൻ കാരണം, എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പ്ലംബിങ്ങിൽ സംഭവിച്ചാൽ അതൊക്കെ ഒഴിവാക്കുക എന്നുള്ള ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറിൽ വന്നിരിക്കുന്ന ബാത്റൂമാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ പ്ലംബിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. അതെല്ലാം കോൺക്രീറ്റിൽ കാര്യങ്ങൾ ഉറപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചറിയാൻ പറ്റും, ഇതിൻ്റെ അകത്ത് നമ്മളൊരു പൈപ്പ് ഉണ്ട്. ഈ പൈപ്പ് നമ്മൾ പുറത്തേക്ക് പോകുന്ന ഔട്ട്ലെറ്റിൻ്റെ കൂടെ തന്നെ വെറുതെ ഒരു പൈപ്പ് വെച്ചതിന് ശേഷം അതും കോൺക്രീറ്റിലൂടെ ഫിക്സ് ചെയ്ത് വെക്കുന്നു. അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടൈല് കാര്യങ്ങൾ ഇടുന്ന സമയത്ത് നമ്മൾ ബാത്റൂമുകൾ ജസ്റ്റ് കോമൺ ബാത്റൂമുകളാണെങ്കിലും മുകളിലെ ബാത്റൂമുകൾ ഫസ്റ്റ് ഫ്ലോറിലെ ബാത്റൂമുകളെല്ലാം തന്നെ സാധാരണ റൂമിനേലും താഴ്ത്തിയാണ് ഇടാറ്. അപ്പോൾ നമ്മൾ ടൈല് കാര്യങ്ങളൊക്കെ നമ്മൾ പിരിച്ചതിന് ശേഷം അപ്പോക്സി കാര്യങ്ങളൊക്കെ ചെയ്താലും വെള്ളം ജസ്റ്റ് താഴേക്ക് ഇരുന്ന് കഴിഞ്ഞാൽ റൂമിനേക്കാൾ താഴ്ത്തിയാണ് നമ്മൾ ബാത്റൂം ഇട്ടിരിക്കുന്നതുകൊണ്ട് ആ വെള്ളം എപ്പോഴും ആ കോൺക്രീറ്റിൻ്റെ ലെവലിൽ നിൽക്കും. ആ കോൺക്രീറ്റ് ഇട്ടതിൻ്റെ അടിയിലേക്ക് അത് ഊറി താഴേക്ക് ഇറങ്ങി വരും. അപ്പോക്സി വർക്ക് ആണെങ്കിൽ കൂടി അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അത് താഴേക്ക് ഇറങ്ങി വരും. അപ്പോൾ ഈ വരുന്ന വെള്ളം എങ്ങും പോകാൻ പറ്റാത്ത അവസ്ഥയിൽ അതിൽ കെട്ടിക്കിടക്കുന്നതാണ് സാധാരണ നോർമലി നമ്മൾ താഴെ ഫസ്റ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ നോക്കുമ്പോൾ ബാത്റൂമിൻ്റെ അടിയിൽ ലീക്ക് പോലെ, അതായത് വെള്ളം ചെറുതായിട്ട് കിനിങ്ങിയിരിക്കുന്ന രീതിയിൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബാത്റൂമിൻ്റെ പ്ലംബിങ് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ വെറുതെ ഒരു പൈപ്പ്, ഒരു 3/4 ഇഞ്ച് പൈപ്പോ ഒരു 1/2 ഇഞ്ച് പൈപ്പോ ഈ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വെച്ച് കൊടുക്കണം. നിങ്ങൾ കണ്ടാൽ ഞാൻ ഒരു കറുത്ത പൈപ്പ് നിങ്ങൾ വെച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അതായത് നമ്മൾ സാധാരണ PVC പൈപ്പ് വെച്ചതിൻ്റെ കൂടെ തന്നെ ഒരു കറുത്ത പൈപ്പ് വേണമെങ്കിൽ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നു. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി കനമുള്ള പൈപ്പോ അതുപോലെ അല്ലെങ്കിൽ ഒരു 3/4 ഇഞ്ച് പൈപ്പോ 20 mm പൈപ്പോ കൊടുത്ത് വെറുതെ അത് ഫ്രീ ആയിട്ട് നിർത്തിയാലും മതി. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഊറി വരുന്ന വെള്ളം, അതായത് നമ്മൾ ബാത്റൂം ഉപയോഗിക്കുന്ന സമയത്ത് ടൈലിൻ്റെ ഗ്യാപ്പിലൂടെ ഊറി വരുന്ന വെള്ളം ഈ പൈപ്പ് നമ്മൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ കോൺക്രീറ്റിൻ്റെ അകത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അതിലൂടെ ഊറി പുറത്തേക്ക് പോകും. അതല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ വെള്ളം അവിടെ കെട്ടിക്കിടന്ന് എപ്പോഴും ബാത്റൂമിൻ്റെ താഴെ പതുക്കെ നനവ് ഫീൽ ചെയ്യും. പതുക്കെ അവിടെ നിന്നും കമ്പി തുരുമ്പ് പിടിക്കാൻ തുടങ്ങും. കമ്പി തുരുമ്പ് പിടിച്ചാൽ അവിടെ നിന്ന് പതുക്കെ കോൺക്രീറ്റ് അടന്ന് വീഴാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ ഒരു നാശത്തിൻ്റെ വശത്തിൽ ഒരു ലെവലിലേക്ക് എത്താനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ നമ്മൾ ഈ ഓവർഫ്ലോൻ്റെ പൈപ്പ് നമുക്ക് എങ്ങനെ വെക്കാമെന്ന് അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ ഈ പറയുന്ന പൈപ്പുകൾ പുറത്തേക്ക് പോകുന്നതിൻ്റെ കൂടെ ഒരു പൈപ്പ് ഫ്രീ ആയിട്ട് പുറത്തേക്ക് വെച്ച് കൊടുക്കുക. അതിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴെല്ലാം ബാത്റൂമിൻ്റെ വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ബാത്റൂം യൂസ് ചെയ്യുന്ന സമയത്ത് ചെറുതായിട്ട് കുറേശ്ശെ ഓരോ തുള്ളിയായിട്ട് ചിലപ്പോൾ വെള്ളം അതിൽ പുറത്തേക്ക് പോകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ വെള്ളം ആണ് നമുക്ക് ഈ പറഞ്ഞ ലീക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന വെള്ളം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ഓവർഫ്ലോ പൈപ്പിന് എങ്ങനെ വെക്കണമെന്ന് ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇതിനെക്കുറിച്ചൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sit